Dear children, welcome to Kids Area Online. Class 1 English examന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. നാളെ നമ്മൾ വലിയൊരു ക്ലാസ് ആയിട്ടാണ് വരുന്നുണ്ട്, എക്സാമിന് മുമ്പത്തെ ദിവസം. ഓക്കെ, ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിന്ന് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. സൂമിലാണ് ലൈവ് ക്ലാസ് വരുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് വെക്കേഷനിലാണ് ഉണ്ടാവുക. ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട്, ഏത് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. പപ്പി സാ. പപ്പി സാ എന്ന് പറഞ്ഞാൽ എന്താ? പപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നായ്ക്കുട്ടി അല്ലേ? ഡോഗിന്റെ ബേബിയെ നമ്മൾ എന്ത് പറയാ? പപ്പി. ഡോഗിന്റെ ബേബി എന്താ പറയാ? പപ്പി. അപ്പൊ ഈ പപ്പി ആരൊക്കെ കണ്ടു? മ്യാവ് എന്ന് കരഞ്ഞത് ആരൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നോക്കി നടന്നു. അങ്ങനെ ഒരു ടേബിളിന്റെ പുറത്ത് കയറിയപ്പോ ആരെയാ കണ്ടേ? അതാരാ? അതാണ് ഇയാള്. ഇതാരാ? അതെ, ഇതാണ് റൂസ്റ്റർ. പപ്പി സാ എ റൂസ്റ്റർ. പപ്പി എന്തിനെ കണ്ടു? ഒരു റൂസ്റ്ററിനെ കണ്ടു. അപ്പൊ സാ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടു. അപ്പൊ സാ എന്ന് കണ്ടു. നിങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, പപ്പി കണ്ടു. അപ്പൊ പിക്ചറിൽ പപ്പി ആരെയാ കണ്ടേ? ഇതാരാ? റൂസ്റ്റർ. റൂസ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? യെസ്, ഇവിടെ റൂസ്റ്റർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിവിടെ എഴുതണം. പപ്പി സാ എ. പിക്ചറിൽ എന്താ ഉള്ളത് അത് നോക്കി എഴുതണം. റൂസ്റ്റർ. പപ്പി സാ എ റൂസ്റ്റർ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ റൂസ്റ്ററിനെ കണ്ടത് കൊണ്ട് റൂസ്റ്റർ നമ്മൾ ടിക്ക് ഇട്ടു. ആണല്ലോ, റൂസ്റ്ററിനെ കണ്ടില്ലേ? കണ്ടു. ഓക്കെ, രണ്ടാമത് ആരെയാ കണ്ടേ നോക്കാം. രണ്ടാമത് ആരെയാ കണ്ടേ? ഇതാരാ? ഇതാരാ? മൗസ്. പപ്പി സാ എ മൗസ്. മൗസ് എവിടെയുണ്ട്? മൗസ് ഇവിടെയുണ്ട്. മൗസ്. അപ്പൊ ആദ്യം റൂസ്റ്ററിനെ കണ്ടു. രണ്ടാമത് ആരെയെ കണ്ടേ? പപ്പി സാ എ മൗസ്. പപ്പി സാ എ മൗസ്. MOUSE മൗസ്. പപ്പി മൗസിനെ കണ്ടു. അപ്പോൾ എന്ത് എഴുതണം? പപ്പി സാ എ മൗസ്. ഓക്കെ, പിക്ചറിൽ ആരാണോ ഉള്ളത് അവരെയാണ് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ എഴുതാനുള്ളത്. പപ്പി സാ എ മൗസ്. പപ്പി സാ എ മൗസ്. അടുത്ത പപ്പി ആരെയെ കണ്ടേ? പപ്പി സാ എ ഇതാരാ? ഡോഗ്. പപ്പി അടുത്ത് ആരെയെ കണ്ടേ? ഡോഗിനെ കണ്ടു. അപ്പൊ പപ്പി സാ എ ഡോഗ്. വേർ ഈസ് ഡോഗ്? ഡോഗ് ഇവിടെയാണ്. അപ്പൊ ഡോഗ് ആണ് അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. പപ്പി സാ എ ഡോഗ്. ഡോഗ്. ഓക്കെ, വീണ്ടും പപ്പി നടന്ന് പോയി. അടുത്ത ആരെയെ കണ്ടേ? ഇതാരാ? പപ്പി സാ എ ഹണി ബി. തേനീച്ച. ആരെയെ കണ്ടേ? ഹണി ബി. അപ്പൊ ഹണി ബി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എഴുതണം. ഹണി ബി. ഓക്കെ, ഹണി ബി. തേനീച്ചയ്ക്ക് എന്താ പറയാ? ഹണി ബി. ഇന്നലെ നമ്മൾ ഇവരുടെ വീടുകളൊക്കെ പഠിച്ചായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കെന്നൽ ആരുടെ വീടായിരുന്നു? ഡോഗിന്റെ വീടായിരുന്നു. ഹൈവ് ആരുടെ വീടായിരുന്നു? ഹണി ബിയുടെ വീടായിരുന്നു. ട്രീ ആരുടെ വീടായിരുന്നു? മങ്കിയുടെ വീടായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, പപ്പി സാ എ ഹണി ബി. പപ്പി സാ എ ഹണി ബി. ഓക്കെ, അടുത്ത പപ്പി ആരെയാ കണ്ടേ നോക്കാം. ഇതാരാ? പപ്പി സാ എ ഫ്രോഗ്. പപ്പി സാ എ ഫ്രോഗ്. പപ്പി ഫ്രോഗിനെ കണ്ടു. ഫ്രോഗ്. FROG ഫ്രോഗ്. അടുത്ത് നോക്കാം. പപ്പി അടുത്ത ആരെയാ കണ്ടേ? ലാസ്റ്റ് ആരെയാ കണ്ടേ? പപ്പി സാ എ ക്യാറ്റ്. പപ്പി ക്യാറ്റിനെ കണ്ടു. പപ്പി സാ എ ക്യാറ്റ്. പപ്പി ക്യാറ്റിനെ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രോഗിനെ കണ്ട ശേഷം ആരെ കണ്ടു?
കാറ്റിനെ കണ്ടു. ഫ്രോഗിനെ കണ്ടു, കാറ്റിനെ കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നാൽ, ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കാതെ എഴുതുവോ? എഴുതുവോ? എഴുതും. ഓക്കെ. അപ്പൊ പപ്പി saw, 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 കണ്ടു. പപ്പി കണ്ടു. ആരെയാണ് ആദ്യം കണ്ടേ? റൂസ്റ്റർ. എന്നിട്ട് ആരെയാ കണ്ടേ? മൗസ്. എന്നിട്ടോ നമ്മൾ പഠിച്ചത് ആരാ? റൂസ്റ്റർ, മൗസ്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി, മൗസ് എന്ന് പറഞ്ഞാൽ എലി, ഹണിബി എന്ന് പറഞ്ഞാൽ തേനീച്ച, ഡോഗ് എന്ന് പറഞ്ഞാൽ നായ, ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള, കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച. ഓക്കെ. അപ്പൊ ചിത്രം തന്നിരുന്നാൽ കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാലോ നിങ്ങൾക്ക്? തെറ്റിക്കാതെ എഴുതത്തില്ലേ? യെസ്. ഓക്കെ. Okay children, bye bye. Thank you.